ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ റോമാ സാമ്രാജ്യം എന്ന് കേട്ടിട്ടുണ്ടോ? എന്തിന്റെ പേരിലായിരുന്നു റോമാ സാമ്രാജ്യം വളരെയധികം പ്രസിദ്ധമായത്? അത് തന്നെ ഗ്ലാഡിയേറ്റേഴ്സ്. ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഫുട്ബോൾ എല്ലാം കളിക്കുന്നത് പോലെയുള്ള ഒരു മൈതാനത്തിലേക്ക് ഇറക്കി വിടും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും. ഇത് കാണാനായിട്ട് ഒരുപാടധികം കാണികൾ, ആളുകൾ വെട്ടുകൊണ്ട് തലയറ്റ് കൈയറ്റ് ഇതിങ്ങനെ വീഴുന്ന സമയത്ത് ആളുകൾ ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കും. എന്തായാലും ഇന്ന് നമുക്ക് വിശാലമായ ആ റോമാ സാമ്രാജ്യത്തിലേക്ക് പോവില്ലേ? റോമിലെ തന്നെ ഏറ്റവും വലിയ പടയിൽ ഒന്നായിട്ടുള്ള ആ പടയുടെ തലവനായിട്ടുള്ള മാക്സിമസ്, അവന്റെ കഥയാണിത്. അതുപോലെ തന്നെ ഒരു പടനായകനായിട്ടുള്ള അവൻ എങ്ങനെയാണ് ഒരു ഗ്ലാഡിയേറ്ററായി മാറിയത്, സംഭവ ബഹുലമായ, അങ്ങനെ തന്നെയല്ലേ പറയാ, അങ്ങനെയുള്ള ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ റോമാ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ രാജ്യം വിശാലമാക്കാനായിട്ട് പലതരം പട്ടാൾക്കാർ പലതരം പ്രവിശ്യയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മേനിയ എന്ന പ്രവിശ്യയിലേക്ക് വലിയൊരു സൈന്യവുമായിട്ട് മാക്സിമസ് പോയിരിക്കുകയാണ്. ഇത് വലിയൊരു വനമാണ്. ഇതിന്റെ ഉള്ളിലുള്ള ചില കാട്ടാളന്മാരുണ്ട്, ബാർബേറിയൻസ്. അവരുമായിട്ടാണ് ഈ റോമക്കാർ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മാക്സിമസിനെ കാണിക്കാള് ബാക്കിയുള്ള ലീഡേഴ്സിനെ പോലെ മുന്നിൽ പോയി അങ്ങനെ ഇരിക്കുന്ന പരിപാടിയൊന്നുമല്ല. തന്റെ പോരാളികൾ അവരെല്ലാവരും തന്റെ സ്വന്തമാണെന്ന് കരുതിയിട്ട് അവരുടെ ഇടയിലൂടെ തന്നെ അതിൽ ഓരോ വ്യക്തികളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു ലീഡറായിരുന്നു ഈ മാക്സിമസ്. സോ ഓരോ പട്ടാളക്കാരും അവരുടേതായ ആ ഒരു ബഹുമാനം മാക്സിമസിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് അവരോട് സംസാരിക്കാനും അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കഴിവ് മാക്സിമസിന് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ആൾക്കാരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. അങ്ങനെ യുദ്ധം തുടങ്ങാൻ പോവാണ്. മാക്സിമസ് അവന്റെ പടയാളികളോട് പറയുന്നുണ്ട്, മുൻനിര ഒരിക്കലും തകരാൻ പാടില്ല. അങ്ങനെ ഈ മാക്സിമസ് വേറെ കുറച്ച് പടയാളികളുമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ ബാർബേറിയൻസ് വന്നു. ഘോരമായി യുദ്ധം ആരംഭിക്കുകയാണ്. കവണകളിൽ തീപ്പന്തം കെട്ടിയെറിയുന്നു, അതുപോലെ തന്നെ അമ്പ് വിടുന്നു. പിന്നെ കാലാൽ പടയാളികൾ രണ്ടുപേരും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നു. യുദ്ധം അതിന്റെ ആ ഒരു കൊടുമ്പിരി കൊണ്ട് ആ ഒരു നിമിഷത്തിൽ തന്നെ മാക്സിമസ് അതുപോലെ അവന്റെ കൂടെ പോയ കുറച്ച് പട്ടാളക്കാർ ഇവർ ഈ ബാർബേറിയൻസിനെ പിന്നിൽ നിന്നും ആക്രമിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ. പിന്നീട് വളരെ നിസാരമായിട്ട് തന്നെ ബാർബേറിയൻസിനെ മാക്സിമസും അദ്ദേഹത്തിന്റെ ആ ഒരു പോരാളികളും തോൽപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ റോമിന്റെ ചക്രവർത്തി ഈ യുദ്ധസ്ഥലത്തേക്ക് വന്നു നിൽക്കുന്നുണ്ട്. കുറച്ച് അകലെയായിട്ടാണ് മാർക്കസ്. ഇയാൾ ഇതൊക്കെ കാണുന്നുണ്ട്. നല്ല പ്രായമായിട്ടുണ്ട് കേട്ടോ. യുദ്ധം കഴിഞ്ഞു, ജയിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഇയാൾക്ക് സമാധാനാവുന്നത്. ഇതേ സമയം തന്നെ ഈ യുദ്ധസ്ഥലത്തേക്ക് വേറെ രണ്ടാൾക്കാര് ഒരുപാട് അകമ്പടിയോട് കൂടിയിട്ട് പല്ലക്കിൽ വരുന്നുണ്ട്. അത് റോമിന്റെ ചക്രവർത്തിയായിട്ടുള്ള മാർക്കസിന്റെ രണ്ട് മക്കളായിരുന്നു. പെൺകുട്ടിയായിട്ടുള്ള ലുസില്ല, അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള കൊമഡോസ്. രണ്ടാഴ്ചയായി ഈ ഒരു സ്ഥലത്തേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന സമയത്തെല്ലാം ലുസില്ലയോട് കൊമഡോസ് ചോദിക്കുന്നത്, അച്ഛൻ വൈകാതെ മരിക്കുമല്ലേ, സ്ഥാനം എനിക്ക് കിട്ടുമല്ലേ, അച്ഛൻ എന്നെ തന്നെ പ്രഖ്യാപിക്കുമല്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ലുസില്ല പറയണ, ഒന്ന് നിർത്തുന്നുണ്ട് ഈ ഒരു ഭ്രാന്ത്. അതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന ആ ഒരു ജർമ്മേനിയയിലേക്ക് ഇവർ രണ്ടുപേരും ഇപ്പൊ എത്തിയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോ ഈ ഒരു കൊമഡോസ് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ചക്രവർത്തിയായിട്ടുള്ള മാർക്കസ് ഇപ്പൊ കാണാൻ ചെന്നിരിക്കുന്നത് യുദ്ധത്തിന്റെ തലവനായിട്ടുള്ള, അല്ലെങ്കിൽ ആ യുദ്ധത്തെ നയിച്ച നമ്മുടെ മാക്സിമസിന്റെ അടുത്താണ്. വാനോളം മാർക്കസ് മാക്സിമസിനെ പുകഴ്ത്തുകയാണ്. അതുപോലെ തന്നെ ഒരു മകനേക്കാൾ ഒരുപാട് ഉപരിയായിട്ട് മാർക്കസ് മാക്സിമസിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഞാൻ അർഹനല്ല എന്ന് മാക്സിമസ് പറയാണ്. നീ വാ, നമുക്കത് കാണാന്ന് പറഞ്ഞിട്ട് മാർക്കസ് മാക്സിമസിനെയും കൂട്ടി ഈ പട്ടാളക്കാരുടെ ഇടയിലേക്ക് പോയപ്പോ എല്ലാവരും ഒറ്റ വാക്കിൽ ഒറ്റ ഉച്ചത്തിൽ പറയുന്ന ഒരേ ഒരു പേര്, അത് മാക്സിമസിന്റെ പേരായിരുന്നു. അത്രത്തോളം ഈ പട്ടാളക്കാരുടെ ഇടയിൽ മാക്സിമസിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്, കൊമഡോസ് വരുന്നത്. കൊമഡോസ് വന്ന സമയത്ത് പട്ടാളക്കാരും ഒന്നും പറയുന്നില്ല. ചക്രവർത്തിയുടെ മകനാണ് എന്ന് കരുതി റെസ്പെക്ട് ഉണ്ടാവും, പക്ഷേ ഉള്ളിലൊരു ആരാധനയോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്ന വാർഡ് തന്നെ അച്ഛനായിട്ടുള്ള മാർക്കസിനോടും പിന്നെ മാക്സിമസിനോടും റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. വാ അച്ഛാ, നമുക്കിനി പോവാന്ന് പറഞ്ഞിട്ട് കൈപിടിച്ച് പോകാൻ നേരത്ത് ഇപ്പൊ മാർക്കസ് പറയാണ്, മോൻ പോയിക്കോ, എനിക്ക് വേറെ ചില പരിപാടികളുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. മാർക്കസ് ഈ ചക്രവർത്തി മകനായിട്ടുള്ള കൊമഡോസിനെ എപ്പോഴും അവോയ്ഡ് ചെയ്യും. കാരണം അവൻ കഴിവ് കെട്ടവനാണെന്ന് മാർക്കസിന് നന്നായിട്ട് അറിയാം. പക്ഷേ മാർക്കസിന്റെ മകനായിട്ടുള്ള കൊമഡോസിന്റെ ഉള്ളിൽ തീയായിരുന്നു അച്ഛന്റെ ഈ ഒരു അവഗണന കാരണം. അങ്ങനെ രാത്രിയായി പട്ടാളക്കാരുടെ ക്യാമ്പിൽ കാണിക്കുകയാണ്. ഒരുപാട് പേര് യുദ്ധത്തിൽ പരിക്കേറ്റ് അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഇവരൊന്നും തിരിഞ്ഞു നോക്കാതിരിക്കുന്നില്ല. മാക്സിമസ് അവരുടെ ഇടയിലൂടെ അവരുടെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയത്ത് മാക്സിമിന്റെ അടുത്തേക്ക് കൊമഡോസ് വരികയാണ്. കൊമഡോസ് ഒരു കാര്യം മാക്സിമസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചക്രവർത്തി ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഏത് കാര്യത്തിനും ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ നീ ഉണ്ടാവില്ലേ? എന്നാൽ മാക്സിമസ് ഉണ്ടാവുന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും റോമിന്റെ കൂടെയാണെന്ന് പറയാണ്. അതായത് റോമാ സാമ്രാജ്യം ആരാണോ ഭരിക്കുന്നത് അതിന്റെ കീഴിലായിരിക്കും ഞാനെന്ന്. അതുപോലെ തന്നെ മാക്സിമസിനോട് കൊമഡോസ് ലുസില്ലയും ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു കാര്യം പറയാണ്. അതായത് ഈ ലുസില്ലയുമായിട്ട് മാക്സിമസിന് പണ്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു. എന്തായാലും പട്ടാളക്കാരുടെ ഇടയിലൂടെ നടക്കുന്ന നമ്മുടെ മാക്സിമസിനെ ലുസില്ല അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ചക്രവർത്തിയായിട്ടുള്ള മാർക്കസ് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു മകളെ കണ്ട സമയത്ത് ഒരു അച്ഛൻ ഉണ്ടാവുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല മാർക്കസ് മനസ്സ് തുറക്കുന്നുണ്ട്. മോളെ, നീ ഒരു ആണായിരുന്നെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മൂത്ത മകൻ കൊമഡോസ് ഒരിക്കലും ഒരു രാജാവാകാനോ അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കാനുള്ള ശേഷിയില്ല എന്ന് മാർക്കസിന് നന്നായിട്ട് അറിയാം. സോ ആ ഒരു കാര്യം മാർക്കസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ലുസില്ല അച്ഛനെ സമാധാനിപ്പിക്കുകയാണ്. എല്ലാം ശരിയാവുമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് മാക്സിമസ് പട്ടാളക്കാരുടെ
കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിന്റെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് ഈ കൊമഡോസ് ഉണ്ടല്ലോ, ഇവന്റേതായ കുറച്ച് പട്ടാളക്കാരുണ്ടാവുമല്ലോ, അവരുടെ ഇടയിൽ വെച്ച് വാൾപ്പായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ലൊരു യോദ്ധാവാകാൻ വേണ്ടി. ഇതുവരെയായിട്ടും ഒരു ചെറിയ തല്ലുപിടിയിൽ വരെ പങ്കെടുക്കാത്ത ആളാണ് ഈ ഒരു കൊമഡോസ്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കസ് ഉണ്ടല്ലോ, നമ്മുടെ മാക്സിമസിനെ അദ്ദേഹത്തിന്റെ ഒരു കൂടാരത്തിലേക്ക് വിളിക്കുകയാണ്. ഒരു മകനെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാർക്കസ് മാക്സിമസിനെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റോമിന് വേണ്ടി നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ നല്ലൊരു ലീഡറാണ്. അതുപോലെ തന്നെ എത്ര വർഷമായി നിന്റെ വീട്ടിലേക്ക് പോയിട്ട്? 3 വർഷത്തോളായി ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഇവിടെ തന്നെയായിരുന്നു ഈ യുദ്ധക്കളത്തിൽ. എന്നാൽ ഇനി അധികം വൈകാതെ നിനക്ക് അങ്ങോട്ടേക്ക് പോവാം. അല്ല, നിന്റെ വീട് എവിടെയാണ്, അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാക്സിമസ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ വീട് ഒരു മലഞ്ചെരിവിലാണ്, ഒരുപാട് മരങ്ങളുണ്ട് അവിടെ. അതുപോലെ തന്നെ ചുറ്റും ഒരുപാട് നെൽപ്പാടങ്ങള്, പിന്നെ ആപ്പിളിന്റെ മരം, ഒരുപാട് ഫലവൃക്ഷങ്ങള്, താറാവ്, കോഴി, ആടുകള്, പശു, ഇതെല്ലാമായിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. എന്റെ മകനും അതുപോലെ തന്നെ എന്റെ ഭാര്യയും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഇതേ സമയത്തിന് മാർക്കസ് പറയാണ്, മാക്സിമസ് നീ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാതെ കൊതിയാവുന്നടാ. ഇതെല്ലാം കഴിഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിനക്ക് വലിയ സമാധാനമായിരിക്കുമല്ലേ. പക്ഷെ എന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, 24 വർഷമായി ഞാൻ അധികാരത്തിലേക്ക് കയറിയിട്ട്. ഒരുപാട് ഏരിയകൾ നമ്മൾ വെട്ടിപ്പിടിച്ചു, പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിലൊരു സമാധാനമില്ല. 4 വർഷം, അതൊഴികെ 20 വർഷവും നമ്മൾ യുദ്ധത്തിലായിരുന്നില്ലേ. ഇനി ആരാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു കാര്യം നിന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയാൽ നീ അത് സ്വീകരിക്കുമെന്ന് ചോദിക്കുകയാണ്. എന്താണ് മാക്സിമസ് ചോദിച്ചപ്പോ മാർക്കസ് പറയാണ്, എന്റെ ഈ സ്ഥാനം. ഇത് കേട്ടപ്പോ നമ്മുടെ മാക്സിമസ് പെട്ടെന്ന് തരിച്ചു പോകുന്നുണ്ട്. അയ്യോ അതെനിക്ക് വേണ്ട എന്ന് മാക്സിമസ് പറയുമ്പോൾ മാർക്കസ് പറയാണ്, ഇത് തന്നെയാണ് ഞാൻ നിന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം, നീ ഒന്ന് ആലോചിക്കുന്നു പറയാണ്. അങ്ങനെ മാക്സിമസ് ആ ഒരു ടെന്റിന്റെ പുറത്തേക്ക് പോവാണ്. പുറത്ത് തന്നെ ആരുണ്ടായിരുന്നു? ലുസിൻഡ ഇപ്പോൾ ഈ മാക്സിമസിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് മുഖം കൊടുക്കുന്നില്ല ഈ മാക്സിമസ്. നീ എന്തിനാ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അത് യുദ്ധത്തിന്റെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇതേ സമയത്ത് തന്നെ ലുസില പറയാണ്, മാക്സിമസ് നീ നുണ പറയാണ്, നിനക്കത് പറയാൻ അറിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് മനസ്സിലാവും. പക്ഷെ പ്രത്യേകിച്ചൊന്നും പറയാതെ മാക്സിമസ് പോവാണ്. അവന്റെ ടെന്റിലേക്ക് പോയിട്ട് അവന്റെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ചക്രവർത്തി പറഞ്ഞത് ഞാൻ അനുസരിക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണോ? എനിക്കറിയില്ല ദൈവങ്ങളെ. അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ മാക്സിമസിന്റെ സഹായിയായിട്ടുള്ള സൈറോ അങ്ങോട്ടേക്ക് വരികയാണ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അത് സൈറോയാണ്. എപ്പോഴും മാക്സിമസിന്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടോ ഈ ഒരു സൈറോ. ഇതേ സമയം തന്നെ രാത്രി ആയപ്പോൾ മാർക്കസിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ കൊമഡോസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചില കാര്യങ്ങളൊക്കെ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മടിച്ചുകൊണ്ട് മാർക്കസ് ചക്രവർത്തി തന്റെ മകനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനം നീ അക്സെപ്റ്റ് ചെയ്യില്ലേ? ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് കൊമഡോസ് ആ ഒരു കാര്യം കേട്ടത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അടുത്ത ചക്രവർത്തിയായിട്ട് ഞാൻ തെരഞ്ഞെടുത്തത് മാക്സിമസിനെയാണ്. കേട്ട വാർഡ് തന്നെ കൊമഡോസിന്റെ കണ്ണുകൾ നിറയാണ്, ചുണ്ടുകൾ ഇടറുകയാണ്, അതുപോലെ തന്നെ തൊണ്ട വറ്റിപ്പോയി. ഇപ്പൊ അവന്റെ പിതാവ് അതായത് ചക്രവർത്തി ആ ഒരു കട്ടിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കൊമഡോസ് അവന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് ഇത്ര വെറുപ്പ്? ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നല്ലോ. ഒരു ചക്രവർത്തിയാകാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കുന്ന ആ ഒരു ഗുണങ്ങൾ അതെന്നിലില്ല, അതെനിക്കറിയാം. പക്ഷേ എന്നിലും ചില ഗുണങ്ങളുണ്ട്. ഒരച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ പരാജയമാണ്. നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ഒന്ന് അടുത്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഭയങ്കര എമോഷനായിട്ട് തന്നെ കൊമഡോസ് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് മാർക്കസിന് വല്ലാതെ സങ്കടാവുകയാണ്. മോനെ, നിനക്ക് ആ കഴിവുകൾ ഇല്ലാതായി പോയില് ഞാൻ ഒരച്ഛൻ എന്ന രീതിയിൽ ഞാൻ പരാജിതനാണ്. ഈ അവസാന നിമിഷത്തിലെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കണം മോനെ, വാ എന്നെ കെട്ടിപ്പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് മാർക്കസ് കൊമഡോസിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നാൽ കൊമഡോസ് ചെയ്ത് എന്താണോ, ആ മനുഷ്യനെ ഞെക്കി കൊന്നുകളയാണ്. എന്നാൽ ആ കൊല്ലുന്ന സമയത്തും കൊമഡോസ് കരയുന്നുണ്ടായിരുന്നു. എന്തായാലും അധികം വൈകില്ല, മാക്സിമസിന്റെ ടെന്റിലേക്കും ഈ ഒരു വാർത്ത എത്തുകയാണ്, അതായത് ചക്രവർത്തി മരണപ്പെട്ടു എന്ന്. വേഗം തന്നെ മാക്സിമസ് ടെന്റിലേക്ക് വന്നു നോക്കുകയാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് കൊമഡോസ് അവിടെയുണ്ട്. അവൻ തന്നെയാ കൊന്നെങ്കിലും അവൻ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. മറുഭാഗത്ത് ഇരുന്നുകൊണ്ട് ലുസിലിയും കരയുന്നുണ്ട്. എന്തായാലും വന്നു നോക്കിയ സമയത്ത് മാക്സിമസിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമഡോസ് ഇപ്പൊ മാക്സിമസിനോട് പറയാണ്, ഞാൻ എന്റെ കൈകൾ നിന്നിലേക്ക് നീട്ടുകയാണ്, എന്റെ കൂടെ നീ ഉണ്ടാവില്ലേ? ഒരേ ഒരു തവണ മാത്രമേ ഞാൻ നിന്റെ നേരെ ഈ ഒരു കൈ നീട്ടുള്ളൂ എന്ന് പറയാണ്. എന്നൊരു രീതിയിലും അവന് മൈൻഡ് ചെയ്യാതെ കൈ കൊടുക്കാതെ മാക്സിമസ് വേഗം തന്നെ ഇവിടുന്ന് പോവാണ്. സഹായിയായിട്ടുള്ള സൈറോട് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ സെനറ്റേഴ്സിനെ ഈ ഒരു വിവരം അറിയിക്കണം, എനിക്ക് റോമിലേക്ക് പോകണം, അവിടെ എത്തി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഈ കൊമഡോസിന്റെ വിശ്വസ്തനായിട്ടുള്ള ക്ലിൻഡസ് എന്ന പട്ടാളക്കാരൻ. ഈ ക്ലിൻഡസ് കൊമഡോസിന്റെ മാത്രമല്ല നമ്മുടെ മാക്സിമസിന്റെയും കൂടെ ഉണ്ടായിരുന്ന യുദ്ധം ചെയ്ത ആള് തന്നെയാണ്. ഈ ക്ലിൻഡസ് വന്നിട്ട് പറയണം, മാക്സിമസ് നീ ചെയ്തത് വലിയൊരു തെറ്റാണ്, മണ്ടത്തരാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് കിട്ടിയ ഓർഡർ എന്താന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് കൊന്നുകളെ. എന്തായാലും മാക്സിമസിന്റെ കയ്യിൽ ഇപ്പൊ വാളില്ലായിരുന്നു. സൈറോ വാളെടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ മാക്സിമസ് അത് വേണ്ട എന്ന് പറയണം. അങ്ങനെ ഈ പട്ടാളക്കാര് കൂടെ ക്ലിൻഡസ് പോകുന്നില്ല കേട്ടോ, കുറച്ച് പട്ടാളക്കാരെ നമ്മുടെ ഈ മാക്സിമസിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരുപാട് ദൂരേക്ക് കാട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം, അവിടെ വെച്ച് കൊല്ലാനായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരുപാട് ദൂരത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാക്സിമസ് പറയാണ്, ഒരു യോദ്ധാവിന് അർഹിച്ച മരണം നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയാണ്. അങ്ങനെ ഇയാള് പിറകിൽ ചെന്ന് വാളെടുത്ത് കഴുത്തിന് കുത്തി കൊല്ലാൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ മാക്സിമസ് തല വെച്ച് ഇയാൾ അടിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ വാൾ ഉപയോഗിക്കുകയാണ്. രണ്ടുപേരെ അപ്പൊ തന്നെ വെട്ടിക്കൊന്നു. ബാക്കി രണ്ടുപേരുണ്ടായിരുന്നു, അവരെയും ഇതുപോലെ തന്നെ കൊല്ലുകയാണ്. കാരണം മാക്സിമസ് എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീര പോരാളിയാണ്. പിന്നെ ഒട്ടും വൈകിയില്ല, 2 കുതിരകളുമായിട്ട് മാക്സിമസ് നേരെ പോകുന്നത് അവന്റെ നാട്ടിലേക്കാണ്, അവന്റെ കുടുംബത്തിന്റെ അടുത്തേക്കാണ്. കാരണം ഈ ഒരു കൊമഡോസ്
കൊമഡോസിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടെന്ന് മാക്സിമസിന് അറിയാം. അവന്റെ കുടുംബത്തെ, അവന്റെ കുടുംബക്കാരെ എല്ലാവരും ഇല്ലാതാക്കും. അങ്ങനെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന യാത്രയിൽ അവൻ തളർന്ന് വീണ് പോകുന്നുണ്ട്. ആ വീഴുന്ന സമയത്ത് അവൻ ഉള്ളിൽ പല കാഴ്ചകളും കാണുകയാണ്. അതായത് അവന്റെ ആ ഒരു വീടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകുന്ന കൊമഡോസിന്റെ ആ ഒരു റോമാ സാമ്രാജ്യത്തിലെ പട്ടാളക്കാർ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവസാനം മാക്സിമസ് അവന്റെ കുടുംബത്തിലേക്ക്, അവന്റെ ആ ഒരു നാട്ടിലേക്ക് എത്തിയ സമയത്ത് അവന്റെ ആ ഒരു വലിയ വീട് പൂർണ്ണമായിട്ടും തീയിട്ട് നശിപ്പിക്കപ്പെട്ടു. അതിന്റെ മുന്നിലായിട്ട് നെഞ്ചു പൊട്ടുന്ന ഒരു കാഴ്ച മാക്സിമസ് കാണുകയാണ്. കുരിശിൽ തറച്ചു വെച്ച മാക്സിമസിന്റെ 6 വയസ്സുള്ള മോനും അതുപോലെ തന്നെ അവന്റെ ഭാര്യയും. കുരിശിൽ തറക്കുക മാത്രമല്ല, ആ തറച്ചതോട് കൂടിയിട്ട് അവരെ തീയിട്ട് ചുട്ടു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. കരഞ്ഞു തളർന്ന് മാക്സിമസ് താഴെ വീഴാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഒരു മൃതശരീരം ഉണ്ടല്ലോ, അവനായിട്ട് തന്നെ കൊണ്ട് കുഴിച്ചിടുകയാണ്. തന്റെ ഭാര്യ, മകൻ അവരനുഭവിച്ച ആ ഒരു വേദന ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് കരഞ്ഞ് തളർന്ന് അവൻ അവിടെ തന്നെ ഉറങ്ങി പോവാണ്. എന്നാൽ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. മാക്സിമസിനെ ചില ആൾക്കാർ വന്നിട്ട് പിടിച്ചോണ്ട് പോവാണ്. പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു കൂട്ടിന്റെ ഉള്ളിലാണ്. മാത്രമല്ല കയ്യിൽ ഒരു വലിയ മുറിയും ഉണ്ടായിരുന്നു. അതെന്നാ ഒരു പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമുണ്ടായതാണ്. അതിൽ നിറയെ പുഴുക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പിടിക്കാൻ നിൽക്കുമ്പോൾ ആ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കറുത്തവർഗക്കാരനായിട്ടുള്ള ഒരാള്, ജുബ, ഇയാൾ പറയണം ഒന്നും ചെയ്യണ്ട, അതവിടെ നിന്നോട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഒരു ഇച്ചിരി മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഈ നാടോടികള് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ചെറിയ ചെറിയ പട്ടണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ അടിമകളെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ വെക്കും. എന്തായാലും ഈ ജൂബയും നമ്മുടെ ഈ ഒരു മാക്സിമസിനെയും ഒരാൾക്ക് വെക്കുകയാണ് ഇയാൾ. ആ വാങ്ങിയ ആളുടെ പേരാണ് ഒരു പ്രായമായിട്ടുള്ള പ്രോക്സിമസ്. പ്രോക്സിമസിന്റെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ ഗ്ലാഡിയേറ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് യുദ്ധത്തിന് പോവുക. അതായത് മത്സരമാണ് കേട്ടോ. അത് നിന്ന് കാശ് ഉണ്ടാക്കുക. സോ ഈ മാക്സിമസിനെയും ജൂബയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രോക്സിമസ് ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ അടിമകളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് തന്നെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനിയാണ് ഹാഗൻ, ഒരു മല്ലൻ, ഒരു 7 അടി പൊക്കമുള്ള ഒരു മല്ലൻ. അപ്പൊ ഈ കൊണ്ടുവന്ന ആൾക്കാരുടെ ആ ഒരു പോരാട്ട വീര്യം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ജുബ വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നുണ്ട്. നന്നായിട്ട് തന്നെ പോരാടുകയാണ്. സോ അവന്റെ മേത്ത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കളർ അടിക്കുകയാണ് ചുവപ്പ്. അടുത്തതായിട്ട് നമ്മുടെ മാക്സിമസ് ഒന്ന് വന്നിട്ട് ട്രെയിൻ, അതായത് ഈ ഒരു ഹാഗനോട് പോരടിക്കാൻ വേണ്ടി പറയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന മാക്സിമസ് വാള് താഴെ ഇടുകയാണ്. എന്നാൽ അടി മേടിച്ചൊരു കൂസലില്ലാതെ തന്നെ മാക്സിമസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രണ്ടാമതൊന്ന് കൊടുത്തു, വീണ്ടും അവൻ അങ്ങനെ തന്നെ. മൂന്നാമത് അടിക്കാൻ നിൽക്കുമ്പോൾ ഈ പ്രോക്സിമസ് പറയാണ് മതി, നിർത്തുന്നു. എന്തായാലും അവന്റെ ഉള്ളിൽ ഒരു തീയുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ചില പാടുകൾ നോക്കിയപ്പോൾ പ്രോക്സിമസിന് ഒരു കാര്യം മനസ്സിലായി. ഇവനൊരു പട്ടാളക്കാരനാണ്, ചിലപ്പോൾ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയതായിരിക്കും, ഒരു പേടിത്തോറനായിരിക്കും എന്നൊക്കെ ഇവര് വിചാരിക്കുകയാണ്. എന്തായാലും ഇവര് പോരാടിയാലും ശരി ഇല്ലെങ്കിലും ശരി ഇവരെ മത്സരത്തിന് തീർച്ചയായിട്ടും ഈ പ്രോക്സിമസ് കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. അതുപോലെ ഒരു മത്സരത്തിലേക്ക് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് ഇനി അതിഗംഭീരമായിട്ടുള്ള മത്സരം നടക്കാൻ പോവാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് പ്രോക്സിമസ് പറയാണ്, നിങ്ങൾ ആയുധം എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും അധികം വൈകാതെ നിങ്ങൾ ഇവിടെ വെച്ച് മരണപ്പെടും. സോ നിങ്ങളുടെ മരണം എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരെയും ആ ഒരു മത്സര കളത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അവിടെ മുഖംമൂടിയെല്ലാം ധരിച്ച ഒരുപാട് പോരാളികൾ ഉണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ചാവാൻ തുടങ്ങി. ഇപ്പോൾ ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാൻ തുടങ്ങുമ്പോൾ ഇവരുടെ പേരിൽ ബെറ്റിംഗ് നടക്കും. അതുപോലെ തന്നെ ഈ അടിമകളെ ഇവരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അതായത് പ്രോക്സിമസ്, ഇയാൾക്കും നല്ല കാശ് കിട്ടും. സോ ഇതാണ് ഈ പ്രോക്സിമസിന്റെ ആ ഒരു വ്യാപാരം എന്ന് പറയുന്നത്. പക്ഷെ ഈ യുദ്ധത്തിൽ ഈ പ്രോക്സിമസ് വരെ വിചാരിക്കാത്ത ഒരു കാര്യം നടക്കുകയാണ്. അതായത് മാക്സിമസ് വാളെടുത്തു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, മാക്സിമസിന്റെ കയ്യിൽ തന്നെ ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയിൽ ജൂബയും ഘടിപ്പിച്ചിട്ടുണ്ട്. സോ ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഒരു പൂന്ത് വിളയാട്ടം നടത്തുകയാണ്. എല്ലാത്തിനെയും കൊന്നുകളയാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ വെച്ച് നമ്മുടെ മാക്സിമസിന് ഒരു പുതിയ പേര് ലഭിക്കുകയാണ്, സ്പാനിയാർഡ്. എല്ലാം ആ ഒരു പേര് വിളിക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ റോമിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ജർമ്മനിയിൽ നിന്ന് ഇപ്പോ ഈ കൊമഡോസ് ചക്രവർത്തിയായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ നാട്ടുകാരൊക്കെ കൊമഡോസിന് ഒരു വിലയും കൊടുക്കുന്നില്ല. രാജ്യം നീ ഭരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ ഒച്ചപ്പാടുണ്ടാക്കുക. അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു ജനപ്രീതി ഇല്ലാത്ത ആൾ ഈ കൊമഡോസ്. അതുപോലെ കൊട്ടാരത്തിന്റെ മുന്നിൽ 3 സെനറ്റേഴ്സ് ഉണ്ട്. അതായത് രാജാവിന്റെ കീഴിലുള്ള കുറച്ച് അധികാരം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ 2 പേര്, ഒരാളുടെ പേര് ക്രാക്കസ്. ഇയാൾ ഇങ്ങനെ പറയാണ് എന്തോ വലിയത് നേടിയിട്ട് വരുന്നത് പോലെയാണ് അവന്റെ ആ ഒരു വരുത്ത് തന്നെ. എന്നാൽ മൂന്നാമത്തെ ആളായിട്ടുള്ള ഒരു സെനറ്റർ, ഇയാളുടെ പേരാണ് ഫാൽക്കൺ. ഇയാൾ പറയാണ് അവൻ വരട്ടെ, അവന്റേതായ രീതിയിൽ ഭരിക്കട്ടെ. എന്തായാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തി. അതുപോലെ തന്നെ ലുസീലയുടെ ഒരു 8 വയസ്സായിട്ടുള്ള ഒരു മകനുണ്ട്, ലൂഷ്യസ് ഓടി വരികയാണ്, അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടുകയാണ്. അതായത് പുതിയ ചക്രവർത്തിയായിട്ടുള്ള കൊമഡോസും പിന്നെ ഒരുപാട് 100ഓളം സെനറ്റേഴ്സും, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കൂടെയുള്ള MP-മാര് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു സിസ്റ്റം. എന്തായാലും അധികാരം കിട്ടിയതല്ലേ, പുതുതായിട്ട് രാജ്യത്ത് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ക്രാക്കസ് പറയുന്നുണ്ട്. അതായത് പ്ലേഗ് വല്ലാതെ പടർന്നിരിക്കുകയാണ്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇപ്പൊ കൊമഡോസ് പറയാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇപ്പൊ ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് തീരെ ജനപ്രീതിയില്ല. സോ അത് കൂട്ടാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഈ ക്രാക്കസ് സംസാരിക്കുമ്പോൾ ഈ കൊമഡോസ് വാളെടുക്കുകയാണ്. ഇനി ഒരു അക്ഷരം എന്റെ നേരെ നീ പറഞ്ഞാൽ കഴുത്താർത്ത് കളയണം. വേഗം തന്നെ നമ്മുടെ ഈ ഒരു ലുസില വന്നിട്ട് കൊമഡോസിനെയും കൂട്ടിയിട്ട് പോവാണ്. നീ എന്തെങ്ങനെയൊക്കെ പെരുമാറുന്നത്, അവരൊക്കെ സെനറ്റേഴ്സ് അല്ലേ എന്ന് ലുസില പറയുന്നതും കൊമഡോസ് കേൾക്കുന്നില്ല. ജനങ്ങളുടെ ആ ഒരു പ്രീതി അതെനിക്ക് കിട്ടണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് തന്നെ ഗ്ലാഡിയേറ്റേഴ്സിന് വെച്ച് മത്സരങ്ങൾ നടത്തും. ഇങ്ങനെയൊരു തീരുമാനം
ഇപ്പൊ കൊമഡോസ് റോമിൽ വെച്ച് എടുക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റേതോ ഒരു ഭാഗത്ത് നമ്മുടെ മാക്സിമസ് ഉണ്ടല്ലോ ആളുകൾക്കിടയിൽ വലിയൊരു ഹീറോ ആയിട്ട് വരികയാണ്, അതായത് ഗ്ലാഡിയേറ്റർ ഹീറോ ആയിട്ട്. സോ ഇപ്പൊ പുതിയൊരു മത്സരം നടക്കാൻ പോവാണ്. അപ്പൊ അത് നടക്കുന്നതിന് മുന്നേ തന്നെ ഇവന്റെ ഓണർ ആയിട്ടുള്ള യജമാനായിട്ടുള്ള പൊസീഡി വന്നിട്ട് പറയാണ് ഒറ്റയടിക്കങ്ങ് ചെന്നിട്ട് എല്ലാത്തിനെയും ഒറ്റയടിക്ക് വെട്ടിക്കൊല്ലാതെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക, ആളുകളെ രസിപ്പിക്കുക. ഒന്നും പറയാതെ നമ്മുടെ മാക്സിമസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്, വാളെടുക്കുകയാണ്. ഒരു 4-5 ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, 1-2 വെട്ട് അതിന്റെ തന്നെ ഓരോരുത്തരെയും തീർത്ത് പോയി അവസാനത്തവനെയും കൊല്ലുകയാണ്. എന്നിട്ട് വാളുണ്ടല്ലോ മുകളിലേക്ക് എറിഞ്ഞിട്ട് പറയാണ് നിങ്ങൾക്ക് കാണേണ്ടത് ഇതല്ലേ, കണ്ട് ആസ്വദിക്കടാ. ഒരിച്ചിരി നേരം ജനങ്ങളൊക്കെ ഒന്ന് നിശബ്ദരായെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും വിളിക്കാൻ തുടങ്ങുകയാണ്. എന്ത് സ്പാനിയാർഡ് 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 എന്ന് പറഞ്ഞിട്ട്. ശരിക്കും മാക്സിമസിന് ഞെട്ടിപ്പോവാണ്. ഇങ്ങനെ ഒരു ക്രൂരമായ കാര്യം ചെയ്തിട്ടും എന്തിനാണ് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരാധിക്കുന്നത്? കാരണം ആ സാഹചര്യം ആ സമൂഹം അങ്ങനെയായിരുന്നു. പിന്നീട് പ്രോക്സിമസ് മാക്സിമസിനെ വിളിക്കുകയാണ്, ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടത്, പെണ്ണ് വേണോ, ചെക്കന്മാരെ വേണോ, ഭക്ഷണം വേണോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോന്ന് പറയണം. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ മാക്സിമസ് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ മാസ്റ്റർ പറയാണ് ഒരു ഗ്ലാഡിയേറ്ററുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയോ, അത് റോമിലെ ആ ഒരു കൊളോസിയമാണ്. അതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ആരവം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷാന്നറിയോ. ഇയാൾ ഇത്രയും ഫീലോട് കൂടിയിട്ട് അത് പറയുമ്പോൾ മാക്സിമസ് ഇയാളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നിങ്ങളും ഒരു ഗ്ലാഡിയേറ്റർ ആയിരുന്നല്ലേ? ഇയാളൊന്നും പറയുന്നില്ല. പിന്നീട് അതേന്ന് പറയാണ്. അതുപോലെ തന്നെ അടിമയായിരിക്കുന്ന ഈ ഒരു പ്രോക്സിമസിനെ റിലീസ് ആക്കിയത് തന്നെ പഴയ ചക്രവർത്തിയായിട്ടുള്ള മാർക്കസ് ആയിരുന്നു. എന്തായാലും ഇപ്പൊ മാക്സിമസ് അവന്റെ ആഗ്രഹം പറയാണ് എനിക്ക് റോമിലേക്ക് പോകണം, കൊളോസിയത്തിൽ വെച്ച് എനിക്ക് പോരാടണം എന്ന് പറയാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോവാന്ന് ഇപ്പൊ മാക്സിമസിന്റെ മാസ്റ്ററും പറയാണ്. അടുത്ത സീനിൽ റോമിലെ കൊട്ടാരത്തിൽ കാണിക്കാണ് കൊമഡോസ് ഇപ്പൊ ലുസിലിയുടെ മകനുണ്ടല്ലോ ലൂഷ്യസ്, അവനെ നോക്കി അങ്ങനെ നിൽക്കാണ്. ലൂഷ്യസ് ആണെങ്കിൽ ഭയങ്കര സമാധാനത്തിൽ ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ ലുസിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അവളാകെ പേടിച്ചു പോയി. കാരണം എന്താണെന്നറിയോ, അത് ഇത്തിരി നേരം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ലൂഷ്യസ് ഉറങ്ങുന്നത് കണ്ടിട്ട് ഇപ്പൊ കൊമഡോസ് പറയാണ് കണ്ടോ സ്നേഹം ഒരുപാട് കിട്ടുന്നത് കൊണ്ടാണ് ആശ്വാസമായിട്ട് അവനിങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്. എന്തായാലും പിന്നീട് ഈ ലുസിലിയും കൊമഡോസും ഓരോ കാര്യങ്ങൾ പറയാണ്. നീ എന്തായാലും വേഗം കിടന്നോ, നാളെ മത്സരങ്ങൾ തുടങ്ങാൻ പോവില്ലേ എന്ന് ലുസില് പറയാണ്. ഇപ്പൊ കൊമഡോസ് പറയാണ് നീ എന്റെ കൂടെ കിടക്കൂ. അപ്പൊ ലുസില് ചോദിക്കാണ് നിനക്ക് ഇപ്പോഴും ഇരുട്ടിനെ പേടിയാണോ, അത് മാറിയില്ലേ? ഒരു മടിയില്ലാതെ കൊമഡോസ് പറയാണ് എനിക്ക് ഇപ്പോഴും അന്ധകാരത്തെ പേടിയാണ്, പ്ലീസ് എന്റെ കൂടെ വാ നീ. അതായത് വിളിക്കുന്നത് അതിന് തന്നെയാണ്, പെങ്ങളാണെന്ന് കൂടെ നോക്കുന്നില്ല. പെങ്ങളായിട്ടും അവളോട് വല്ലാത്തൊരു പ്രണയം ഈ ഒരു കൊമഡോസിനുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും നോക്കാതെ ലുസില അവിടുന്ന് പോവാണ് കേട്ടോ. എന്നാൽ ആരും അറിയാതെ ലുസില നേരെ ചെല്ലുന്നത് ആ ഒരു സെനറ്റർ ആയിട്ടുള്ള ക്രാക്കസ്, അതുപോലെ തന്നെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സെനറ്റർ, ഇവരുടെ റൂമിലേക്കാണ്. കാര്യം എന്താ വെച്ചാൽ ലുസിലയ്ക്ക് നല്ല പേടിയുണ്ട്. അതായത് ഈ ഒരു കൊമഡോസ് കഴിഞ്ഞാൽ അടുത്ത രാജാവാകേണ്ട ആള് ലൂഷ്യസ് ആണ്. സോ ലൂഷ്യസിനെ ഈ കൊമഡോസ് എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ള ആ ഒരു പേടി ലുസിലയുടെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവള് പറയാണ് തീർച്ചയായിട്ടും കൊമഡോസ് പാടില്ല, അവൻ മരിക്കണം, അതുപോലെ തന്നെ അവൻ ഈ ഒരു രാജ്യത്തെ നശിപ്പിക്കും. ഇപ്പൊ തന്നെ ഈ ഒരു മത്സരങ്ങൾ നടത്തുന്നത് നിലവറയിലെ ധാന്യങ്ങൾ എടുത്തുകൊണ്ടാണ്. 2 വർഷത്തിനുള്ളിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും പട്ടിണി കിടക്കും. ഇപ്പൊ ആഹ്ലാദിച്ചതിന്റെ ആ ഒരു ഫലം അവരപ്പ അറിയും. തീർച്ചയായിട്ടും അവൻ വേണ്ട എന്ന് തന്നെ ലുസില്ല ഇവരുമായിട്ട് ഗൂഢാലോചന ചെയ്യാണ്. എന്നാൽ ക്രാക്കസ് പറയാണ് നമ്മൾ ഇതെങ്ങനെ ചെയ്യും, നമ്മുടെ കയ്യിൽ അധികാരമില്ല, പവറും ഇല്ല, ആളും ഇല്ല, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. സോ ലുസില്ല വേഗം തന്നെ ഇവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി കൊളോസിയം കാണിക്കുകയാണ്. അവിടെ 50,000-ഓളം റോമാക്കാർ ആ ഒരു സ്റ്റേഡിയത്തിൽ വട്ടം കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഗ്ലാഡിയേറ്റേഴ്സുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ നമ്മുടെ മാക്സിമസ്, കൂടെ ഉണ്ടായിരുന്ന ഹാഗൻ, ജൂബ, ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ടീം കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മാക്സിമസ് ഈ ഒരു ഹാഗൻ, അതായത് ആ ഒരു വലിയ ഭൂതമുണ്ടല്ലോ, വലിയ 6 അടി പൊക്കമുള്ള മനുഷ്യൻ, അവൻ അതുപോലെ തന്നെ ജൂബ ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നുണ്ട് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയും, അതുപോലെ തന്നെ നമ്മുടെ ജീവനും ബാക്കിയാക്കാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന് തന്നെ തീരുമാനിക്കുകയാണ് അടുത്ത നിമിഷം തന്നെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ റോമിന്റെ ചക്രവർത്തി ആയിട്ടുള്ള കൊമഡോസ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത്രയും നാൾ കൊമഡോസിന് ജനങ്ങളുടെ യാതൊരു പിന്തുണയില്ലായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മത്സരം വെച്ചതോട് കൂടിയിട്ട് എല്ലാവരും ഇപ്പൊ കൊമഡോസ് വന്ന സമയത്ത് അവന്റെ ആ ഒരു പേര് മാത്രം വിളിച്ചു പറയാണ്. അതായത് ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാന്ന് കൊമഡോസിന് നന്നായിട്ട് അറിയായിരുന്നു. ഇതേ നേരം തന്നെ അനൗൺസ് ചെയ്യുന്ന ആളുണ്ടല്ലോ അടുത്ത ടീമിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ബ്ലാക്ക് ആഫ്രിക്കൻ സ്കോർപിയൻസ്, കൊലയാളികളായിട്ടുള്ള പട്ടാളക്കാർ, ഭയങ്കരമായ പടച്ചട്ടകള് കുതിരവണ്ടികളുമായിട്ട് ആ രണ്ടാമത്തെ ടീം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അധികം വൈകാതെ ഇവർ 2 ടീമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരമായി യുദ്ധം ആരംഭിക്കുകയാണ്. ശരിക്കും ശക്തര് ആ ഒരു ബ്ലാക്ക് ആഫ്രിക്കൻസ് തന്നെയാണ്. ആ ടീമിൽ ലേഡീസ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാലും അവർ ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പൊ മാക്സിമസ് വീണ്ടും പറയുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കോർഡിനേഷൻ ഇവരുടെ ഇടയിൽ ഇല്ലായിരുന്നു. ഈ ഹാഗനൊക്കെ അവന്റെ ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇവന് പരിക്കാൻ പറ്റാൻ നോക്കുമ്പോൾ, അവൻ മരണപ്പെടാൻ നോക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്തിയത് തന്നെ മാക്സിമസ് ആണ്. ഇതിനുശേഷം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അവസാനം ആ ഒരു ആഫ്രിക്കൻ ടീംസിനെ അല്ലെങ്കിൽ ആ ഒരു പട്ടാളക്കാരെ മുഴുവനായിട്ടും ഇവർ കൊന്നു തീർക്കുകയാണ്. ഇത് കണ്ട രാജാവായിട്ടുള്ള കൊമഡോസ് ഭയങ്കരമായിട്ട് സന്തോഷമാണ്, ഭയങ്കരമായിട്ട് എന്റർടൈനിങ് ആയി. എല്ലാവരും കൈയടിച്ച് ആർപ്പ് വിളിക്കുകയാണ് ഏതാണ് ആ ഒരു പോരാളി, എനിക്ക് അവനെ നേരിട്ട് കാണണമെന്ന് കൊമഡോസ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ എന്താ പറയാ സെനറ്റേഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ അവര് പറയാണ് അവന്റെ പേര് സ്പാനിയാർഡ്. അങ്ങനെയാണ് എല്ലാവരും അവനെ വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു കളത്തിലേക്ക് ഇപ്പോ ഈ ഒരു രാജാവായിട്ടുള്ള കൊമഡോസ് ചെല്ലുകയാണ്. അതുപോലെ തന്നെ പട്ടാളക്കാരെല്ലാവരും അതിന് മുന്നേ ആയിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാ ഗ്ലാഡിയേറ്റേഴ്സിന്റെ അടുത്തും അവരുടെ ആയുധം താഴെ ഇടാൻ വേണ്ടി പറയണം. കാരണം രാജാവ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ മാക്സിമസ്
മാക്സിമസിനും അത് തന്നെയായിരുന്നു വേണ്ടത്, കൊമഡോസിനെ കൊല്ലുക. അതുമാത്രം, അവൻ മരിച്ചാലും കൊമഡോസിനെ കൊല്ലുക മാത്രം മതിയായിരുന്നു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട്. പക അത്രത്തോളം ഉണ്ട്. എന്തായാലും കയ്യിലിപ്പോ ആയുധമില്ലല്ലോ. ഇപ്പൊ കൊമഡോസ് ആ ഒരു ഗ്രൗണ്ടിലേക്ക് വരികയാണ്. എല്ലാവരും മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇതേ സമയത്തിന് മാക്സിമസ് നിലത്തുണ്ടായിരുന്ന പൊട്ടിയ ഒരു അമ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. അടുത്ത് വന്നാൽ കുത്താനായിട്ട് തന്നെ. എന്നാൽ ഈ ഒരു കൊമഡോസിന്റെ മുന്നിലായിട്ട് ലൂഷ്യസ് ഓടി വരികയാണ്. ചെറിയ ചെറുക്കനല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രമം നമ്മുടെ മാക്സിമസ് ഉപേക്ഷിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ നീ ആരാണ് പോരാളി, എനിക്ക് നിന്റെ മുഖം കാണണം എന്നൊക്കെ ഈ മാക്സിമസിനോട് കൊമഡോസ് പറയുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ മാക്സിമസ് തിരിഞ്ഞു കിടക്കാണ്. നിനക്ക് ഇത്ര ധിക്കാരോ, മുഖം മൂടി അഴിക്കടാന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ നീ ആ മുഖം കണ്ടോടാന്ന് പറഞ്ഞിട്ട് മാക്സിമസ് ആ ഹെൽമെറ്റ് ഊരിയാണ്. മാത്രമല്ല ഇപ്പൊ കൊമഡോസിന്റെ മുന്നിൽ വന്ന് നിൽക്കാണ്. ആ രൂപത്തെ നേരിട്ട് കണ്ട സമയത്ത് കൊമഡോസ് മൂത്രം ഒഴിച്ചില്ലാന്നേ ഉള്ളൂ. അങ്ങനെ പേടിച്ചുപോയി. നീ മരിച്ചില്ലെന്ന് ആ ഒരു ഇടറിയ ശബ്ദവുമായിട്ട് ഇപ്പൊ കൊമഡോസ് ചോദിച്ച സമയത്ത് മാക്സിമസ് പറയാണ്, ഞാൻ മരിക്കില്ല, കാരണം എനിക്ക് തീർക്കാനായിട്ടൊരു പ്രതികാരമുണ്ട്. എന്റെ കുഞ്ഞ്, എന്റെ ഭാര്യ, അവരെല്ലാം ചുട്ടുകൊന്ന ഒരാളില്ലേ, അവനെ കൊല്ലാതെ എനിക്ക് പോകാൻ കഴിയുമോ? പെട്ടെന്ന് തന്നെ കൊമഡോസ് ഇവനെ കൊല്ലാനായിട്ട് ഉത്തരവ് കൊടുക്കുകയാണ്. എന്നാൽ ജനങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് ഒരേ വിളി, സ്പാനിയാർഡ് സ്പാനിയാർഡ് സ്പാനിയാർഡ്, അവനെ കൊല്ലരുത് കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഇപ്പൊ കൊമഡോസിന് പബ്ലിക്കായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവനോട് വിടാൻ പറയാണ്. സോ റോമില് ആ ഒരൊറ്റ ദിവസം കൊണ്ട് മാക്സിമസ് അവന്റെ ആ ഒരു പ്രത്യേകത അറിയാലോ, ആളുകളെ സ്വാധീനിക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. ചക്രവർത്തിയായിട്ടുള്ള കൊമഡോസ് പോലും വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അത്രയും കീർത്തി ഈ മാക്സിമസിന് കിട്ടുകയാണ്. ആൾക്കാർക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരു ഗ്ലാഡിയേറ്റർ പോരാട്ടം എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ കൊമഡോസ് നേരെ താഴേക്ക് ചെല്ലുകയാണ്. ചക്രവർത്തിമാരുടെ ശില അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു. ആ വാൾ ഉപയോഗിച്ച് അവന്റെ അച്ഛനായിട്ടുള്ള മാർക്കസ് ഉണ്ടല്ലോ, മാർക്കസിന്റെ ശിലക്കിട്ട് വെട്ടാൻ തുടങ്ങുകയാണ്. കരഞ്ഞും നിലവിളിച്ചും ദേഷ്യം കൊണ്ടും. കാരണം മാക്സിമസിനെ അങ്ങനെ വളർത്തി കൊണ്ടുവന്നത് അവന്റെ അച്ഛനായിട്ടുള്ള മാർക്കസ് ആണ്. സോ ആ ഒരു ദേഷ്യം തീർത്തോണ്ടേയിരിക്കുകയാണ്. അതുപോലെ മാക്സിമസിനോട് അത്രയും വൈരാഗ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് വാളും താഴെയിട്ട് ഇപ്പൊ മാർക്കസിന്റെ ആ ഒരു പ്രതിമയെ കെട്ടിപ്പിടിച്ച കാര്യമാണ്. കാരണം ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള വീക്കായിട്ടുള്ള ആളാണ് ആര്, ഈ ഒരു കൊമഡോസ്. ഇമോഷണലി വീക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ഭയങ്കര സങ്കടം ഉണ്ടാവും, ഭയങ്കരമായിട്ട് കരയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൊമഡോസിനെ കാണാനായിട്ട് പെങ്ങളായിട്ടുള്ള ലുസില വരികയാണ്. ഇപ്പൊ ലുസിലയോട് കൊമഡോസ് ചോദിക്കാണ്, അവൻ മരിച്ചില്ല അല്ലേ, അവൻ എങ്ങനെയാ ജീവനോടെ രക്ഷപ്പെട്ടത്? അതിനർത്ഥം ആ പട്ടാളക്കാർ എന്നോട് നുണ പറഞ്ഞു എന്നല്ലേ? അതിനർത്ഥം അവർക്ക് എന്നോട് ബഹുമാനം ഇല്ല എന്നല്ലേ? ആ ബഹുമാനം ഉള്ളതായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ ലുസില മറ്റൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ലുസില പറയാണ്, ബഹുമാനം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കണം. ആ പട്ടാളക്കാർ വെറുതെ വിട്, അവരൊന്നും ചെയ്യേണ്ടെന്നൊന്നും ലുസിലയ്ക്ക് പറയാനേ പറ്റില്ല ഇവിടുന്ന്. അതുപോലെ തന്നെ ആ രാത്രി തന്നെ ജയിലിലേക്ക്, അതായത് അടിമകളൊക്കെ ജയിൽ പോലെയുള്ള ഒരു ഭാഗത്താണല്ലോ പൂട്ടിയിടുക, അങ്ങോട്ടേക്ക് മാക്സിമസിനെ കാണാനായിട്ട് ഇപ്പൊ ആര് വരുന്നുണ്ട്? ലുസില വരികയാണ്. ഒരു രാജകുമാരിയാണ്. അതുകൊണ്ട് തന്നെ അവളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ പട്ടാളക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ വിവരമൊന്നും കൊമഡോസ് അറിയുന്നില്ല കേട്ടോ. എന്തായാലും ലുസിലയെ കണ്ട സമയത്ത് തന്നെ കോപം കൊണ്ട് നമ്മുടെ മാക്സിമസ് അങ്ങനെ തിളക്കുകയാണ്. കാരണം എന്റെ ഫാമിലിക്ക് വന്ന കാര്യം നിനക്ക് അറിയില്ലേ, നീയും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ അത് ചെയ്തത്? ഇപ്പൊ ലുസില പറയാണ്, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. എനിക്ക് പേടിയാണ് അവനെ, എന്റെ മകനെ ലൂഷ്യസിനെ. അവൻ എന്തെങ്കിലും ചെയ്തു കളയെന്നുള്ള പേടിയുണ്ട്. ദയവ് ചെയ്തിട്ട് നീ എന്റെ കൂടെ നിൽക്ക്. എന്റെ അച്ഛൻ നിന്നെയാണ് ചൂസ് ചെയ്തത്, അതെനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഭരണം അട്ടിമറിക്കാം, എങ്ങനെയെങ്കിലും അവനെ താഴെ ഇറക്കാം. കൂടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ മാക്സിമസ് പറയാണ്, ഇല്ല, ഞാൻ ആരുടെ കൂടെയും നിൽക്കില്ല, നിനക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലുസിലയെ തിരിച്ചുവിടുകയാണ്. അതുപോലെ തന്നെ മാക്സിമസ് മരണപ്പെട്ടു എന്ന് നുണ പറഞ്ഞ ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അതിൽ രണ്ടുപേര് മാത്രമേ ഇപ്പൊ ജീവനോടെ ഉള്ളൂ. ആ രണ്ടുപേരെയും അമ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഇപ്പോ കൊമഡോസ് ഉത്തരവ് നൽകുകയാണ്. എന്നാൽ കൊമഡോസിന്റെ സേനാപതിയായിട്ടുള്ള ക്ലിൻഡസ് പറയാണ്, അവർക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും, പേടി കൊണ്ട് പറയാത്തതായിരിക്കും, വിശ്വസ്തതയോ ബഹുമാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല എന്നിതൊന്നും കേൾക്കാതെ ഈ കൊമഡോസ് അവരെ രണ്ടുപേരെയും അമ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി തന്നെ പറയാണ്. അങ്ങനെ അവര് കൊല്ലുന്നുണ്ട്. ഇതേ സമയത്ത് കൊമഡോസ് ആലോചിക്കുകയാണ് എങ്ങനെ മാക്സിമസിനെ ഇല്ലാതാക്കാം. അതിനു വേണ്ടിയിട്ട് തന്നെ പുതിയൊരു മത്സരം കൂടെ സംഘടിപ്പിക്കുകയാണ്. അതിൽ ഈ മാക്സിമസിനോട് എതിരാൻ വരുന്നത് ഒരു മഹാമല്ലനായിരുന്നു. ഇതുവരെയായിട്ടും ഒരു ഗ്ലാഡിയേറ്റർ പോരാട്ടത്തിൽ തോൽക്കാത്ത ഒരാള്, റോമിലെ തന്നെ ഒരു പ്രധാന പോരാളി, ആജാനുബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ, മുഖംമൂടി ധരിച്ചുകൊണ്ട് അയാൾ കളത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാക്സിമസും അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ പ്രോക്സിമസ്, അതായത് ഇവന്റെ യജമാനൻ പറയാണ്, എടാ നോക്കി കണ്ടൊക്കെ ഒന്ന് കളിച്ചോണേ. എന്നാൽ തെല്ലും ഭയമില്ല, കൂസലില്ല, നേരെ ആ ഒരു കളത്തിലേക്ക്, കൊളോസിയത്തിന്റെ ആ ഒരു ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് മാക്സിമസ് പോയി നിൽക്കുകയാണ്. അധികം വൈകാതെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. എന്നാൽ ഈ ഒരു യുദ്ധം, ഇത് പോരാട്ടം, ഇതൊന്നും കുറച്ചും കൂടെ കടുപ്പിക്കാനായിട്ട് കടുവകളെ ഇതിന്റെ ഇടയിലേക്ക് തുറന്നു വിടുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാത്തിനെയും അതിജീവിച്ച് അതിലൊരു കടുവയെ വരെ കൊന്നിട്ട് മാക്സിമസ് അവസാനം ഈ ഒരു മഹാമല്ലനെ തോൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങൾ മുഴുവൻ അവനെ കൊല്ല് 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 എന്ന് പറയുമ്പോൾ അതിൽ അവസാന തീരുമാനം എടുക്കേണ്ട കൊമഡോസ് ആണ്. കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അവനെ കൊന്നേക്കുന്നത്. എന്നാൽ മാക്സിമസ് അവന്റെ ആയുധം താഴെടുകയാണ്. ഇപ്പൊ ജനങ്ങൾ എല്ലാവരും തിരിയാണ്. കൊല്ലാൻ പെർമിഷൻ കിട്ടിയിട്ടും കൊല്ലാതിരുന്നപ്പോ ജനങ്ങൾക്കൊക്കെ മാക്സിമസിന് വീണ്ടും ഇഷ്ടാവുകയാണ്. അവര് വീണ്ടും 50,000-ഓളം ആൾക്കാരുണ്ട്. എല്ലാവരും കൂടെ ആ ഒരു പേര് ഒരുമിച്ച് വിളിക്കുമ്പോൾ എന്തോ ഒരു ഒച്ചയായിരിക്കും. ആ ഒച്ച കേട്ട് കൊമഡോസിന്റെ നെഞ്ച് പൊട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൊമഡോസ് പടയാളികളെ വെച്ച് ഇതിന്റെ ഇടയിലേക്ക് വരികയാണ്, അതായത് ഈ കൊളോസിയത്തിന്റെ നടുവിലേക്ക്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു മാക്സിമസിനെ പ്രൊവോക്ക്, അതായത് ദേഷ്യം പിടിപ്പിച്ച് കൊമഡോസിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ മാക്സിമസ് ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അവനെ കൊല്ലാലോ. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ താഴോട്ട് വന്നിട്ട്
മാക്സിമസിനെ കൊമഡോസ് വിളിക്കാണ്, നീ എങ്ങോട്ടേക്ക് പോകുന്നത്? നിന്റെ മകനെ ആ ഒരു കുരിശിൽ തറച്ച് അതുപോലെ കത്തിക്കുന്ന സമയത്ത് എന്റെ പട്ടാളക്കാരൊക്കെ പറഞ്ഞു പെൺപിള്ളേരെ പോലെ കീന്ന് വേണ്ടി കരയുന്നുണ്ടായിരുന്നു. എന്താലേ നിന്റെ മകന്റെ ഒരു അവസ്ഥ. അതേ സമയത്ത് തന്നെ മാക്സിമസിന്റെ നെഞ്ച് പൊട്ടുകയാണ്. 8 വയസ്സുള്ള ആ ഒരു കുഞ്ഞിനോടാണ് അവരങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പൊ മാക്സിമസ് തിരിഞ്ഞു വന്ന സമയത്ത് കൊമഡോസ് വീണ്ടും പറയാണ്, എന്റെ പട്ടാളക്കാര് നിന്റെ ഭാര്യയെ വീണ്ടും വീണ്ടും ഒരുപാട് തവണ മാറി മാറി റേപ്പ് ചെയ്ത സമയത്ത് ഒരു വേശ്യയെ പോലെ അവള് കരഞ്ഞു എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. സോ ഒരച്ഛനെ, ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഹാർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം, വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കൊമഡോസ് മാക്സിമസിനെ പ്രകോപിപ്പിക്കാൻ, അല്ലാത്ത വാക്ക് തന്നെ, അത് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഒരു താരി പോലും മാക്സിമസ് ദേഷ്യപ്പെടുന്നില്ല. നിറ കണ്ണുകളുമായിട്ട് തല കുനിച്ചങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ തന്നെ മാക്സിമസേ മരണപ്പെടുകയുള്ളൂ. കൊമഡോസിനിട്ട് കൊല്ലാനും പറ്റില്ല. എന്തായാലും പിന്നീട് ചക്രവർത്തി, അതായത് കൊമഡോസ് ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ വീണ്ടും ആർപ്പുവിളികൾ ഉയരുകയാണ്, മാക്സിമസ് മാക്സിമസ് ഇത് പറഞ്ഞുകൊണ്ട്. പിന്നീട് മാക്സിമസ് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളൊക്കെ അവന്റെ മേത്തേക്ക് വന്ന് ചാടാൻ വേണ്ടി നോക്കുകയാണ്. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ത്രീകൾക്കൊക്കെ അത്രയ്ക്ക് ഒരു അഭിനിവേശമായിരിക്കും. അതിനിടയിൽ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ നമ്മുടെ മാക്സിമസിനെ വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതാരാ? നമ്മുടെ സൈറോ, ഈ മാക്സിമസിന്റെ വലങ്കൈ ആയിട്ടുള്ള സഹായിയായിട്ടുള്ള ആള്. അപ്പൊ ആൾക്കൂട്ടത്തിൽ രഹസ്യമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ സൈറോ മാക്സിമസിന്റെ ചെവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ആ 5000 പട്ടാളക്കാർ ഇപ്പോഴും അവിടെ തന്നെയാണ്, ഞാൻ അവരോട് എന്താ പറയണ്ടേ? ഇപ്പൊ മാക്സിമസ് പറയാണ്, അവരുടെ നേതാവ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അവരോട് പോയി പറയാന്ന് പറയാണ്, എന്തിനും തയ്യാറാവാൻ വേണ്ടി പറയാന്ന് പറയണം. സോ മാക്സിമസും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കൊമഡോസിനെ നോക്കുകയാണെങ്കിൽ ആകെ കൂടി ഒരു അങ്കലാപ്പിലാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ഇപ്പൊ സെനറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഫാൽക്കൺ, ഇയാളാണ് ഈ കൊമഡോസിന്റെ ഉള്ളിലേക്ക് എപ്പോഴും വിഷം ഇറ്റിച്ചു കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ കൊമഡോസ് പറയുന്നുണ്ട്, ആരൊക്കെയോ എനിക്കെതിരെ നല്ല രീതിയിൽ തന്നെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, പക്ഷേ എനിക്കത് പിടിക്കണം. ഇതേ സമയത്ത് തന്നെ ഫാൽക്കൺ പറയാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, കടലിനടിയിൽ ഒരു പാമ്പുണ്ട്, അത് ഇര പിടിക്കുന്ന ഒരു ശൈലി അത് എങ്ങനെയാണെന്നല്ലേ? ആ പാമ്പ് അതിന്റെ ദേഹത്ത് മനഃപൂർവ്വം ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ചത്തതുപോലെ അടിയിൽ കിടക്കും, എന്നിട്ട് വല്ല ഇരപിടിയന്മാരും അതിനെ പിടിക്കാൻ വരുന്ന സമയത്ത് തിരിച്ചൊരു കുത്തു കൊടുക്കും. നമ്മളും ഫോളോ ചെയ്യേണ്ടത് അതേ ഒരു തന്ത്രം തന്നെയാണ്. ഈ കാര്യം ഫാൽക്കൺ ഈ ഒരു കൊമഡോസിന് പറഞ്ഞു കൊടുക്കാണ്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യം അങ്ങോട്ടേക്ക് വന്ന ലുസില്ല കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലുസില്ല ആ ഒരു പട്ടണത്തിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് പല്ലക്കിന്റെ അടുത്തേക്ക് ഒരാൾ അങ്ങനെ വരുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ ഉറക്കിന് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മാക്സിമസിന്റെ ആളാണ്, മാക്സിമസിന്റെ ആളാണ്. ഈ പട്ടാളക്കാരൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇപ്പൊ ലുസില്ല നോക്കിയിട്ട് അയാളെ വിട്ടേക്കെന്ന് പറയണം. നോക്കുമ്പോൾ അത് സൈറോയാണ്. സൈറോ പറഞ്ഞത് മാക്സിമസിന് നിങ്ങളെ കാണണം എന്നാണ്. അതുപോലെ തന്നെ സെനറ്റേഴ്സുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് മാക്സിമസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ ഈ ലുസില്ല അതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കുകയാണ് മാക്സിമസിനെ കാണാനായിട്ട്. ഇപ്പോ ഈ ലുസില്ല അതുപോലെ തന്നെ സെനറ്ററിൽ മെയിൻ ആളായിട്ടുള്ള ക്രാക്കസ്, ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. ക്രാക്കസ് ഇപ്പോൾ എന്താണ് ഇവരുടെ പദ്ധതി എന്ന് ചോദിക്കുന്നുണ്ട്. മാക്സിമസ് പറയാണ്, 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ 5000-ഓളം പട്ടാളക്കാർ അവിടെ കാത്തിരിപ്പുണ്ടാവും. ഇതേ സമയത്ത് തന്നെ ക്രാക്കസ് പറയാണ്, അവരിപ്പോ നയിക്കുന്നത് മറ്റൊരു ലീഡർ അല്ലേ, അല്ലെങ്കിൽ മറ്റൊരു പടനായകനല്ലേ? എന്നാൽ മാക്സിമസ് വളരെയധികം കോൺഫിഡൻസോട് കൂടി പറയാണ്, അവരെന്റെ ആൾക്കാരാണ്, എന്റെ മുഖം അവരൊന്ന് കണ്ടാൽ മതി, എന്റെ കൂടെ അവരെല്ലാവരും വരും. അത്രയും കോൺഫിഡൻസ് ആയിരുന്നു മാക്സിമസിന്. കാരണം ആ ആളുകളോട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് മാക്സിമസ് നിന്നത്. പിന്നീട് എന്താ പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ, ഈ ആളുകളുമായിട്ട് ഞാൻ റോമിനെ അട്ടിമറിക്കും. പിന്നീട് ഇവനെ പോലെ തന്നെ ഒരു ഏകാധിപതിയായിട്ട് നീ ഇവിടെ വാഴുമെന്ന് മാക്സിമസിനോട് ക്രാക്കസ് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ആ ഒരു സ്ഥാനം മുഴുവനായിട്ട് നിങ്ങൾ കൊഴിഞ്ഞു തരും. കാരണം ഇനി റോമിൽ ഒരു ചക്രവർത്തിയുടെ ആവശ്യമില്ല, ഇത് റിപ്പബ്ലിക് ആയിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. സെനറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ ഇതിനെ നിയന്ത്രിക്കണം. ഈ നാട്ടിലെ അഴിമതികൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇത് ആ വലിയ മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു, അതായത് മാർക്കസിന്റെ ആഗ്രഹം. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ക്രാക്കസും ഇതിന് സമ്മതിക്കുകയാണ്. പക്ഷെ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. പലരുടെയും ജീവൻ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മാക്സിമസ് അവന്റെ ഈ ഒരു പദ്ധതിയെ കുറിച്ചിട്ട് അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഈ പ്രോക്സിമോട് പറയുന്നുണ്ട് കേട്ടോ. പ്രോക്സിമോ ഇപ്പൊ മാക്സിമസിന്റെ അടുത്ത് നല്ല ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. കാരണം ഇവൻ സാധാരണ ഒരു പട്ടാളക്കാരനല്ലാന്ന് ഇവർക്കൊക്കെ മനസ്സിലായി. അതായത് വലിയൊരു പടനായകനായിരുന്നു, ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച ആളാണ്. എന്തായാലും ആ ഒരു ബഹുമാനം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് വലിയൊരു റിസ്ക് ആണെന്ന് പ്രോക്സിമസ് മാക്സിമസിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്, കൊമഡോസിനെ കാണാനായിട്ട് അനിയത്തിയായിട്ടുള്ള ലുസില്ല വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊമഡോസ് ആകെ തകർന്നിരിക്കുകയാണ്. ദേഷ്യം, മുൻകോപം, എടുത്തുചാട്ടം, ഇതല്ലാതെ ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയും കടന്നു കൂടിയിട്ടുണ്ട്. അതായത് ഗൂഢാലോചന, അത് ഏത് വഴിക്കാണ് ഒന്നും തിരിയുന്നില്ല. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വന്ന ലുസിലിയോട് ചില അർത്ഥം വെച്ച രീതിയിലുള്ള സംസാരങ്ങൾ അവൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാക്കസിന് സംശയമുണ്ടെന്ന് പറയാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊമഡോസിന്റെ കൂടെ ആ കട്ടില് അവൾ ഇരിക്കുമ്പോൾ ബലമായിട്ട് തന്നെ ഈ കൊമഡോസ് ഉണ്ടല്ലോ ലുസിലയെ ആ ഒരു കട്ടില് പിടിച്ചു കെടുത്തുകയാണ്. അവളെ ചുംബിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടാത്തൊരു രീതിയിലുള്ള ബന്ധം അവളുമായിട്ട് വേണമെന്ന് ഈ കൊമഡോസിന് നല്ല താല്പര്യമുണ്ട്. എന്നാൽ ലുസിലേക്ക് അതിനൊട്ടും താല്പര്യമില്ല. അവൾ എന്തായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. മാത്രമല്ല സെനറ്റേഴ്സിൽ തന്നെ പ്രധാനിയായിട്ടുള്ള ഈ ഒരു ക്രാക്കസ് ഉണ്ടല്ലോ, ഇയാളെ കൊമഡോസിന്റെ പട്ടാളക്കാർ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയ സമയത്ത് ലുസിലേക്ക് മനസ്സിലായി എന്തോ ഒരു അപകടമുണ്ട്. ഈ കൊമഡോസ് വല്ലാത്തൊരു നീക്കം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലുസില്ല രാത്രിക്ക് രാത്രി തന്നെ മാക്സിമസിനെ കാണാൻ ചെല്ലുകയാണ്. നമുക്ക് 2 ദിവസം കഴിഞ്ഞല്ല, ഇന്ന് തന്നെ ഇവിടുന്ന് കടക്കണമെന്ന് പറയാണ്. കാരണം കൊമഡോസ് കാര്യങ്ങൾ അറിഞ്ഞാൽ ഒന്നും നടക്കില്ല. എന്തായാലും നിന്റെ സഹായിയായിട്ടുള്ള സൈറോ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. എല്ലാ
സഹായം അവൻ ചെയ്യും, ബാക്കിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവരൊരു പദ്ധതി ഉണ്ടാക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ ലുസില നേരെ മകന്റെ അടുത്തേക്ക് പോകുമ്പോൾ മകനായിട്ടുള്ള ലൂഷ്യസിനെ അവരുടെ മുറിയിൽ കാണാനില്ല. അവൻ എവിടെയാന്ന് ചോദിച്ചപ്പോൾ രാജാവിന്റെ അടുത്താന്ന് പറയാണ്, അതായത് കൊമഡോസിന്റെ അടുത്ത്. വിറച്ചുകൊണ്ട് ഇപ്പൊ ലുസില കൊമഡോസിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ലൂഷ്യസിനെ മടിയിലിരുത്തിക്കൊണ്ട് ഈ കൊമഡോസ് എന്തൊക്കെയോ ചില കഥകൾ പറഞ്ഞു കൊടുക്കുക. പണ്ടത്തെ രാജാക്കന്മാരുടെ കഥ, അവരുടെ സ്ത്രീകൾ, അവരുടെ ഭാര്യമാർ, അവരെയൊക്കെ കൊന്ന അങ്ങനത്തെ കഥകൾ, ഇതെല്ലാം നമ്മുടെ ലുസിലയുടെ മുഖത്ത് നോക്കിയിട്ടാണ് കൊമഡോസ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അതിനർത്ഥം എന്താണ്? ലുസില ചതിച്ചു, അവനെതിരെ ഗൂഢാലോചന നടത്തി. ആ കാര്യം ഇവന് മനസ്സിലായി എന്നുള്ളത് ലുസിലയ്ക്ക് മനസ്സിലായി. ലുസില ആകെ പേടിക്കുകയാണ്. കാരണം അവളുടെ ജീവന്റെ കാര്യത്തിലല്ല, മകനായിട്ടുള്ള ലൂഷ്യസിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ ആ കുട്ടിക്ക് തിരിയാത്ത രീതിയിൽ തന്നെ കൊമഡോസ് ലുസിലയെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ്? എനിക്കതറിയണം, പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ കൊല്ലും, ലൂഷ്യസിനെ കൊല്ലും എന്ന് ലൂഷ്യസിന് മനസ്സിലാവാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവൾ അത് പറഞ്ഞു പോവാണ്. പാവം നമ്മുടെ മാക്സിമസ് അധികം വൈകാതെ തന്നെ ചതിക്കപ്പെടാൻ പോവാണ്. എന്തായാലും ആ രാത്രി തന്നെ മാക്സിമസ് പുറത്തു കടക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗേറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് പട്ടാളക്കാർ വരികയാണ്. അതുപോലെ തന്നെ മാക്സിമസിന് മനസ്സിലായി എന്തൊക്കെയോ ചതി ഉണ്ട്. അതുപോലെ തന്നെ അവൻ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ ഗേറ്റ് പൂർണ്ണമായിട്ടും അടച്ചിടാൻ വേണ്ടി നമ്മുടെ പ്രോക്സിമസ് പറയാണ്, അത് തുറക്കണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ മാക്സിമസിന് എല്ലാവരുടെയും ആ ഒരു ചാവി കൊടുക്കണം, ഇനി എന്റെ കയ്യിൽ ഒരാളും അടിമയല്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാക്സിമസ് പ്രോക്സിമസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഒരു നല്ലവനായോ? എന്തായാലും മാക്സിമസ് എല്ലാവരുടെയും അടുത്തേക്ക് വരികയാണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ? കാരണം ആ ഒരു ദുഷ്ടനായിട്ടുള്ള ചക്രവർത്തിയെ താഴെ ഇറക്കണമെങ്കിൽ നമ്മുടെ മാക്സിമസിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും അവന്റെ കൂടെ നിൽക്കാന്ന് തന്നെ പറഞ്ഞു. സോ അപ്പോഴേക്കും ആ ഒരു പട്ടാളക്കാരെല്ലാവരും വന്ന് ഗേറ്റ് വലിച്ചിട്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ മാക്സിമസിനെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവർ ഒരുക്കി കൊടുക്കണം. ഇപ്പൊ എന്തായി? നമ്മുടെ ഹാഗൻ, ജൂബ, ബാക്കി ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഈ പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്യാണ് കേട്ടോ. ഈ യുദ്ധത്തിൽ ഹാഗൻ മരണപ്പെട്ടു പോവാണ്. അതുപോലെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി വന്ന പട്ടാളക്കാര് പ്രോക്സിമസിനെയും വെട്ടിക്കൊന്നുകളയാണ്. ഇതേ സമയത്ത് തന്നെ മാക്സിമസ് അവിടുന്ന് രക്ഷപ്പെട്ട് താഴേക്ക് പോയപ്പോൾ അവിടെ അവനുള്ള വാള്, അതുപോലെ തന്നെ പടച്ചട്ട, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് ധരിച്ചുകൊണ്ട് നേരെ മുന്നോട്ടേക്ക് പോവാണ്. കുറച്ച് അകലെയായിട്ട് കുതിരപ്പുറത്തിരിക്കുന്ന സൈറോയെ കാണുകയാണ്. എന്നാൽ സൈറോ അവന്റെ കണ്ണും കൈയും കൊണ്ട് കാണിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരല്ലേ എന്ന്. എന്നിട്ടും മാക്സിമസ് വന്നപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറയാണ് വരല്ലേ എന്ന്. അപ്പോഴേക്കും അവൻ ഇരുന്ന ആ ഒരു കുതിര ഒറ്റ പോക്കാണ്. അതുപോലെ തന്നെ അവൻ ഒരു കയറി കിടന്ന് തൂങ്ങിയാടുകയാണ്. ഓടി വന്നു മാക്സിമസ് അവന്റെ കാലുകൾ പിടിച്ച് പൊന്തിക്കാൻ നോക്കിയെങ്കിലും ഇപ്പൊ സൈറോയുടെ നെഞ്ചിലേക്ക് ഒരു 4-5 അമ്പ് വന്ന് കയറുകയാണ്. അവൻ സ്പോട്ടിൽ മരണപ്പെട്ടു പോവാണ്. അതുപോലെ തന്നെ ചുറ്റും പട്ടാളക്കാര് മാക്സിമസിനെ വീണ്ടും അവർ പിടിച്ചു കെട്ടുകയാണ്. അതായത് ലുസില എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. എന്തുകൊണ്ട്? ലൂഷ്യസിന്റെ ആ ഒരു ജീവൻ അത് വെച്ച് കൊമഡോസ് ഭീഷണിപ്പെടുത്തി. എന്തായാലും മാക്സിമസ് ഇപ്പൊ പിടിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ലുസില പേടിച്ച് വിറച്ചുകൊണ്ട് കൊമഡോസിന്റെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ. അവള് ഭീഷണിപ്പെടുത്തുകയാണ്, എനിക്കെതിരായിട്ട് ഒരു രീതിയിലെങ്കിലും, ചെറിയൊരു രീതിയിലെങ്കിലും നീ ഇനി വിരളനക്കിയാൽ ലൂഷ്യസ് ക്രൂരമായിട്ട് മരണപ്പെടുമെന്ന് അവളെ ഭയങ്കര പേടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇനിയുള്ള കാലം ഞാൻ നിന്നെ എങ്ങനെയാണോ പ്രണയിച്ചത് അതുപോലെ തന്നെ നീ എന്നെ പ്രണയിക്കണം. നിന്നിൽ എനിക്കൊരു കുഞ്ഞുണ്ടാ. ആ കുഞ്ഞിലൂടെ 1000 വർഷങ്ങൾ ഈ കൊമഡോസിന്റെ പരമ്പര നീണ്ട് ഈ റോമാ സാമ്രാജ്യം ഭരിക്കും. ഒരക്ഷരം പോലും മിണ്ടാതെ ലുസില പേടിച്ചരണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ താഴെ കെട്ടിയിട്ട മാക്സിമസിനെ കാണാനായിട്ട് ഇപ്പൊ ഈ കൊമഡോസ് ചെല്ലുകയാണ്. അതായത് ജനങ്ങൾക്കിടയിൽ മുഴുവൻ ഇവന്റെ പേരാണ്, മാക്സിമസിനാണ് ഭയങ്കര ഇൻഫ്ലുവൻസ്. അതുകൊണ്ട് പബ്ലിക്കായിട്ടോ രഹസ്യമായിട്ടോ അവനെ കൊല്ലാനേ കഴിയില്ല. സോ ഇവിടെ വെച്ച് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്താ വെച്ചാല് പബ്ലിക്കലി ഈ കൊളോസിയത്തിന്റെ നടുവിൽ വെച്ച് ചക്രവർത്തിയായിട്ടുള്ള കൊമഡോസും അതുപോലെ തന്നെ മാക്സിമസും ഏറ്റുമുട്ടുക. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങോട്ടേക്ക് കൊമഡോസ് വരുന്നത്. അതുപോലെ തന്നെ മാക്സിമസിന്റെ അടുത്തേക്ക് മറ്റേ പട്ടാള തലവരുണ്ടല്ലോ ക്ലിൻഡസ് വന്നിട്ട് ഒരു കാര്യം പറയാണ്, മാക്സിമസ് എന്നോട് ക്ഷമിക്കണം, കാരണം ഇതൊന്നും ഞാൻ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അയാൾ കൽപ്പിക്കുകയാണെങ്കിൽ അതനുസരിക്കല്ലാതെ എനിക്ക് മറ്റൊരു നിർവാഹവുമില്ല. ഇതേ സമയത്ത് തന്നെ കൊമഡോസ് അങ്ങോട്ടേക്ക് വരികയാണ്, മാക്സിമസിനോട് സംസാരിക്കുകയാണ്. അവനെ എത്രത്തോളം തളർത്തി സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ കൊമഡോസ് തളർന്നു പോകല്ലാതെ അതിലൊന്നും മാക്സിമസ് വീഴുന്നില്ല. മെന്റലി അത്രത്തോളം ഈ ഒരു മനുഷ്യൻ ഇപ്പൊ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുപോലെ മാക്സിമസിനോട് പറയാണ്, നമ്മൾ രണ്ടുപേരെയാണ് ഇന്ന് ആ ഒരു പോർക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതിനു മുന്നേയായിട്ട് ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മാക്സിമസിനെ കൊമഡോസ് കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ കൂർത്തൊരു കമ്പി വെച്ചിട്ട് മാക്സിമസിന്റെ പിന്നിൽ കുത്തുകയാണ്. നല്ല രീതിയിൽ തന്നെ രക്തം ഒലിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ക്ലിൻഡസിനോട് പറയാണ്, ഒരു രീതിയിലും മുറിവ് കാണാതെ പടച്ചട്ട അണിയിപ്പിച്ചിട്ട് വേണം ഇവനെ ആ ഒരു കളത്തിലേക്ക് കൊണ്ടുവരാൻ. എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു പോരാട്ടം ധൈര്യമായിട്ട് തന്നെ കൊമഡോസ് നടത്താൻ നിൽക്കുന്നത്? അതായത് ഇത്രയും പ്രശസ്തനായിട്ടുള്ള ധീരനായിട്ടുള്ള മാക്സിമസിനെ ചക്രവർത്തി കൊല്ലുകയാണെങ്കിൽ ചക്രവർത്തിയും അതുപോലെ തന്നെ ധീരനാണെന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കില്ലേ? പക്ഷേ ഈ ഒരു ചക്രവർത്തി കൊമഡോസിന്റെ വീരത്വം അവൻ ഇവിടെ തന്നെ കാണിച്ചു കഴിഞ്ഞു. അതായത് മാക്സിമസിന്റെ പിറകിലേക്ക് കത്തി കുത്തി കയറ്റി അവന്റെ പകുതി ഭാഗം തളർത്തിക്കൊണ്ടാണ് യുദ്ധത്തിന് കൊണ്ടുവരുന്നത്. ഇതെന്ത് നീതിയോ? അതെന്തായാലും കൊമഡോസിന്റെ പുസ്തകത്തിലില്ല. എന്തായാലും ചുറ്റും പട്ടാളക്കാര് പടച്ചട്ടയുമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ക്ലിൻഡസും. ഇനി എങ്ങാനും ഈ ഒരു മാക്സിമസ് കൊമഡോസിനെ കൊല്ലുകയാണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരെ നിർത്തിയത്. അങ്ങനെ ഈ മാക്സിമസും കൊമഡോസും തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയാണ്. ഒരു ഭാഗം തളർന്നിട്ടാണെങ്കിലും മാക്സിമസ് അവന്റെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ ഈ കൊമഡോസിന് കഴിയുന്നില്ല. യുദ്ധത്തിനിടയിൽ ഇവന്റെ വാള് തെറിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ കൊമഡോസ് വേഗം തന്നെ വാളിനായിട്ട് ക്ലിൻഡസിനോട് ചോദിക്കുമ്പോൾ ക്ലിൻഡസ് തിരിഞ്ഞു നിൽക്കുകയാണ്, തരില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ ഒരു പോരാളിയും വാൾ
അറയിൽ നിന്നും എടുക്കാൻ പാടില്ല, ഇതൊരു മത്സരമാണ്, ഇതിനൊരു ന്യായമുണ്ട്, ഒരു നീതിയുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ക്ലിൻഡസ് പറയാണ്. സോ കൊമഡോസിന്റെ കയ്യിൽ ഇപ്പൊ ആയുധമില്ല. ഇതേ സമയത്ത് തന്നെ മാക്സിമസ് അവന്റെ കയ്യിൽ ആയുധം താഴെ ഇടുകയാണ്. എന്നാൽ കൊമഡോസ് കൈയുറയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു കത്തി പുറത്തേക്ക് എടുക്കുകയാണ്. മാക്സിമസിനെ കൊല്ലാൻ വരുന്നുണ്ട്. എന്നാൽ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മാക്സിമസ് കൊമഡോസിന്റെ കഴുത്തറുത്തറുത്ത് കൊന്നുകളയാണ്. അങ്ങനെ ബുദ്ധിയില്ലാത്ത വിഡ്ഢിയായ മുൻകോപിയായിട്ടുള്ള ആ ഒരു ചക്രവർത്തി ആ കൊളോസിയത്തിന്റെ നടുവിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അതുപോലെ തന്നെ മാക്സിമസിന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം പോയിട്ടുണ്ട്, തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവന്റെ ഭാര്യയുടെ ആ ഒരു കാഴ്ചകൾ, മകന്റെ കാഴ്ചകൾ, ഇതെല്ലാം അവന്റെ മൈൻഡിലേക്ക് വരികയാണ്. അധികം വൈകാതെ അവരുടെ അടുത്തേക്ക് പോവാണ്. തളർന്നുകൊണ്ടിരിക്കുകയാണ് അവന്. ഇതേ സമയത്ത് തന്നെ ക്ലിൻഡസിന് നോക്കിയിട്ട് മാക്സിമസ് പറയുന്നുണ്ട്, എന്റെ ആൾക്കാരെ നീ മോചിപ്പിക്കണം, അവരിനി അടിമകളല്ല. അതുപോലെ തന്നെ നമ്മുടെ രാജാവ് മാർക്കസ് വിചാരിച്ചതുപോലെ ഇനി ഇവിടെ ഈ നാട്ടിൽ സെനറ്റേഴ്സ് ഭരിക്കുന്ന റിപ്പബ്ലിക് ആയിട്ട് മാറ്റണം. അതുപോലെ തന്നെ ക്ലിൻഡസ് ഈ ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാണ്. കാരണം അവൻ വിചാരിച്ചാൽ ഈ നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റും സർവ്വ സൈന്യത്തിന്റെ അധിപനാണ് ഇപ്പൊ ക്ലിൻഡസ്. മാത്രമല്ല ക്ലിൻഡസിന് അറിയാം ഇതെല്ലാം അവകാശപ്പെട്ടത് മാക്സിമസിന് തന്നെയായിരുന്നു, അത് തട്ടിയെടുത്തത് കൊമഡോസ് ആണ്. സോ ആ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ മാക്സിമസ് പിറകിലേക്ക് മലന്നടിച്ച് വീഴാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ലുസിൽ ഓടി വരുന്നുണ്ട്. മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാക്സിമസിനെ നോക്കിയിട്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ട് അവനോട് പറയാണ്, മാക്സിമസ് പൊയ്ക്കോ, നിന്റെ കുഞ്ഞിന്റെയും ഭാര്യയുടെ അടുത്തേക്ക് പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ അവസാനം നമ്മുടെ മാക്സിമസ് അവിടെ വെച്ച് തന്നെ ചോര വാർന്നുകൊണ്ട് മരണപ്പെടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ലുസിൽ ഉറക്കനെ ചോദിക്കുകയാണ്, ഇത്രയും നല്ലൊരു റൊമാനിയൻ ആയിട്ടുള്ള ഈ മനുഷ്യന് ബഹുമതി കൊടുക്കാനായിട്ട് ആരുമില്ലടാ ഇവിടെ. പെട്ടെന്ന് തന്നെ നമ്മുടെ സെനറ്റർ ആയിട്ടുള്ള ക്രാക്കസ് ഇയാളൊക്കെ ജയിലിൽ നിന്നും മോചിതനാക്കിയിട്ടുണ്ട്. ഇയാൾ വന്നിട്ട് നമ്മുടെ ഈ ഒരു മാക്സിമസിന്റെ ബോഡി പിടിക്കുകയാണ്. ഈ ബോഡി പിടിക്കാനായിട്ട് എന്നെ ആരും സഹായിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സെനറ്റേഴ്സിലെ പ്രധാനിയായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള ആൾക്കാർ, പിന്നെ പട്ടാളക്കാർ എല്ലാവരും കൂടെ വന്നിട്ട് അത്രയും ബഹുമാനത്തോട് കൂടിയിട്ട് മാക്സിമസിന്റെ ആ ഒരു ബോഡി എടുത്തുകൊണ്ടാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് പട്ടി ചത്തെടുക്കുന്ന പോലെ എടുത്തും കിടക്കുന്നുണ്ട് കൊമഡോസ്. ഒരാൾ പോലും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ കിടന്നതിന് അവൻ പൊഴുത്ത് നാറണം. ഒരു ചക്രവർത്തി എങ്ങനെ ആകാൻ പാടില്ല, അതിന്റെ ഒരു ഉദാഹരണമാണ് കൊമഡോസ്. എന്തായാലും മാക്സിമസ് അവൻ അവന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. അവൻ അർഹിച്ച ആ ഒരു ബഹുമതി അവന് മരണസമയത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം മാക്സിമസിന്റെ കല്ലറയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റേ ആ ഒരു ജൂബയുണ്ടല്ലോ, കൊമഡോസിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. അധികം വൈകാതെ ഞാനും നിന്റെ അടുത്തേക്ക് വരും, ഞാനിപ്പോൾ അടിമയല്ലടാ ഇത് പറഞ്ഞുകൊണ്ട് മാക്സിമസിനോട് യാത്ര പറഞ്ഞ് ജൂബ പോവുകയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. കഥ എങ്ങനെയുണ്ട്? അത്യാവശ്യം ലോങ് ആയി പോയി, എന്നാലും വലിയൊരു സ്റ്റോറിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഇതുപോലെയുള്ള യുദ്ധ കഥകൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.